നിങ്ങൾ ഗർഭം ധരിക്കാൻ ശ്രമിക്കുകയും നിങ്ങൾ ഗർഭിണിയാണെന്നതിൻ്റെ ഒരു അടയാളം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. പല സ്ത്രീകൾക്കും ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല. ഗർഭപരിശോധന കിറ്റിൻ്റെ സഹായമില്ലാതെ ഗർഭിണിയാണോ എന്നറിയാൻ കഴിയുമോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ആർത്തവം മുടങ്ങുന്നത് മാത്രമാണോ ഗർഭത്തിൻ്റെ ആദ്യ ലക്ഷണം? ഗർഭാവസ്ഥയുടെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർത്തവം കൃത്യമായി വരുന്നവർക്ക് പ്രശ്നം വരില്ല. എന്നാൽ ക്രമരഹിതമായി ആർത്തവം ഉണ്ടാകുന്നവർക്ക് ഗർഭത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഗർഭം ധരിച്ചോ എന്നറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ പ്രതിമാസ ആർത്തവ ചക്രത്തിന് തടസ്സം വരികയോ അല്ലെങ്കിൽ സാധാരണ ആർത്തവ സമയം കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ആർത്തവം ഉണ്ടാകുന്നില്ല എങ്കിലോ ഗർഭത്തിൻ്റെ ആദ്യ ലക്ഷണമായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. ചിലരിൽ ഗർഭാവസ്ഥയുടെ 6 മുതൽ 7 ആഴ്ചകൾക്ക് ശേഷമാണ് ഓക്കാനം തുടങ്ങുന്നത്. ചില സ്ത്രീകൾക്ക് പ്രഭാതത്തിൽ മനം പിരട്ടൽ അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലർക്ക് ഗർഭധാരണം ഉണ്ടായിട്ട് 1-2 മാസം വരെ ഓക്കാനം വരില്ല. വയർ വീർക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ അമിത ശരീരഭാരമോ മൂലമല്ല, ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഗർഭിണിയാണെന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഇത്. ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് തൊട്ടു മുമ്പ് വയറുവേദനയും വയറുവീർക്കലും അനുഭവപ്പെടാറുണ്ട്. അടുത്തതാണ് കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക എന്നത്. അത് ഗർഭത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ ഈ ലക്ഷണം കാണാൻ കഴിയും. നിങ്ങൾ അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ ഇത് തുടരുകയും ചിലപ്പോൾ വർദ്ധിക്കുകയും ചെയ്യും. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മദ്യപാനം പോലുള്ള ചില അനാരോഗ്യകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ ഗർഭധാരണത്തിന് അനുകൂലമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം. കൂടാതെ ഗർഭാവസ്ഥയിൽ സുരക്ഷിതമല്ലാത്ത മരുന്നുകൾ അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ എക്സ്റേ ഉപയോഗം ഗർഭധാരണത്തിനെല്ലാം ദോഷം ചെയ്യും. അതിനാൽ നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയും ഗർഭധാരണ പരിശോധന നടത്തുകയും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.